കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അത്യാധുനിക ICU സജ്ജം. മൾട്ടി ഡിസിപ്ലിനറി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റാണ് ഒരുക്കിയത്. അഡ്വാൻസ്ഡ് നെഫ്രോളജി ക്രിട്ടിക്കൽ യൂണിറ്റും BMHൽ സജ്ജമാക്കിയതായി CEO നിരൂപ് മുണ്ടയാടൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തീവ്രപരിചരണ വിഭാഗത്തിലെ രോഗികൾക്ക് അത്യാധുനികമായ സംവിധാനങ്ങളാണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഒരുക്കിയത്. അത്യാധുനിക മൾട്ടി ഡിസിപ്ലിനറി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റും അഡ്വാൻസ്ഡ് നെഫ്രോളജി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റുമാണ് BMHൽ സജ്ജമാക്കിയത്. ഇതിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിക്കുമെന്ന് ഹോസ്പിറ്റൽ CEO നിരൂപ് മുണ്ടയാടൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. BMH കണ്ണൂരിൻ്റെ പുതിയ ആധുനികവൽക്കരിച്ച ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, മൾട്ടി ഡിസിപ്ലിനറി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൻ്റെയും ആധുനികവൽക്കരിച്ച അത്യാധുനിക നെഫ്രോളജി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൻ്റെയും ഉദ്ഘാടനം നാളെ നടക്കുകയാണ്. കണ്ണൂർ ജില്ലയിലോ അല്ലെങ്കിൽ ഉത്തരമലബാറിലോ ആദ്യത്തെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മൾട്ടി ഡിസിപ്ലിനറി വ്യത്യസ്തങ്ങളായ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ICU യൂണിറ്റിൻ്റെ ഉദ്ഘാടനമാണ് ഒന്ന് നടക്കുന്നത് നാളെ. ബഹുമാനപ്പെട്ട കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിലായിരിക്കും ഇത് നാളെ ഉദ്ഘാടനം ചെയ്യുന്നത്. 10 പുതിയ യൂണിറ്റുകളുടെ ഉദ്ഘാടനമാണ് ചൊവ്വാഴ്ച നടക്കുക. പീഡിയാട്രിക്, നിയോനേറ്റൽ, കാർഡിയോളജി, ന്യൂറോളജി, സർജറി, മെഡിസിൻ, ജനറൽ ഇൻസെൻറ്റീവ് കെയർ, പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ, പോസ്റ്റ് കാത്ത് കെയർ എന്നിവയ്ക്കായുള്ള പ്രത്യേക യൂണിറ്റുകളാണ് BMHൽ ഒരുക്കിയത്. അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് 100ലധികം കിടക്കകളുള്ള ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് തുടങ്ങിയതെന്നും നിരൂപ് മുണ്ടയാടൻ പറഞ്ഞു. മൾട്ടി സിസ്റ്റം ഓർഗൻ ഫെയിലിയറുള്ള രോഗികൾക്ക് ഈ അത്യാധുനിക സംവിധാനങ്ങൾ ഫലപ്രദമാകും. ഈ യൂണിറ്റുകളിൽ വിശാലമായ പ്രകൃതി ദൃശ്യങ്ങളുടെ കാഴ്ചയും സ്വാഭാവിക വെളിച്ചവും ഒരുക്കിയിട്ടുണ്ട്. ഇത് രോഗിയുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും സഹായകമാകും. ICUവിൽ പ്രവേശിക്കപ്പെടുന്ന രോഗികൾക്ക് മാനസിക സംഘർഷവും സന്തുലനവും നിയന്ത്രണ വിധേയമാക്കാൻ സൈക്കോളജിസ്റ്റിന്റെ സേവനവും ഏർപ്പെടുത്തിയതായും CEO അറിയിച്ചു. മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ നാസർ, ഡോക്ടർ മിഥുൻ രമേശ്, ഡോക്ടർ ഷബിൻ കുമാർ, ഡോക്ടർ AK റെയ്സ്, ഡോക്ടർ അതുൽ രവീന്ദ്രൻ, ഡോക്ടർ അലൻ തോമസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.